ഹലോ, വെൽക്കം ടു അസ്ര. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന ഇരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഫ്യൂസിങ് ടേപ്പ് അല്ലെങ്കിൽ ഫ്യൂസിങ് സ്റ്റിഫ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ജോർജറ്റ് ഫാബ്രിക്, അതായത് തെന്നി വഴുതി പോകുന്ന ഫാബ്രിക്കില്ല, അതിനായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. ജോർജറ്റ് വളരെ ട്രാൻസ്പെറൻറ്റും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. സോ അതിൽ വെക്കുമ്പോൾ തന്നെ തെന്നി പോകുന്നുണ്ട്. എനിക്കതിൽ ലൈനിങ് ക്രേപ്പായിരുന്നു. അപ്പോൾ ലൈനിങ്ങും ജോർജറ്റും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കണ്ടുപിടിച്ചൊരു പരിഹാരമാണ് ഈ ഫ്യൂസിങ് ടേപ്പ് എന്ന് പറയുന്നത്. ഞാൻ ലൈനിങ് കറക്റ്റ് അളവിൽ മെഷർമെൻറ്റിൽ വെട്ടിയെടുത്തു. അതിൻ്റെ പുറത്ത് ഫ്യൂസിങ് ടേപ്പ് വെച്ച് കറക്റ്റ് വേണ്ട അളവിന്, അതായത് ലൈനിങ് അകത്ത് നിൽക്കണം ഫ്യൂസിങ് ടേപ്പ് വെട്ടേണ്ടത്, ഇല്ലെങ്കിൽ പുറത്തൂടെ ഒട്ടിപ്പിടിക്കും നമ്മൾ അയൺ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കറക്റ്റ് അളവിന് ഞാൻ വെട്ടിയെടുക്കുവാണേ. കണ്ടോ? അപ്പോൾ ഞാൻ കറക്റ്റ് അളവിന് വെട്ടുന്നുണ്ട്. വെട്ടിയ ശേഷം അത് കറക്റ്റായിട്ട് അതിൽ വെച്ച് ഫിക്സ് ചെയ്ത് വെക്കണം. അതായത് അതിൻ്റെ പുറത്തൊന്ന് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റീം അയൺ ബോക്സ് ഉണ്ട്. നോർമൽ അയൺ ബോക്സിൽ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് വേറൊരു തുണി, അതായത് നമുക്ക് വേണ്ട മെയിൻ ക്ലോത്ത് ഏതാണോ അതിട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ അയൺ ചെയ്യണം. അതിനേക്കാളും നമുക്കിതാണ് സ്റ്റീമർ അയൺ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്വിച്ചാണ് സൈഡിൽ കാണുന്നത്. നമ്മൾ ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആവിയിലാണ് ഇത് വരുന്നത്. ഇത് സ്റ്റീമർ ബോക്സാണ്, വെള്ളത്തിൻ്റെ വാട്ടർ ബോക്സാണ്. അപ്പോൾ അതിൽ കൺട്രോളായിട്ട് മാത്രമേ വാട്ടർ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലോട്ട് ആ ബട്ടൺ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് സ്റ്റീം വരും, ആവി വരും. ആ ആവിയിൽ ഈ നമ്മൾ ഫ്യൂസിങ് ടേപ്പ് ജസ്റ്റ് ഒന്ന് അതിൽ തന്നെ പ്രസ്സായി ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഇളകി വരത്തില്ല. ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നില്ലേ, നന്നായിട്ട് ആവി അതിൽ വെച്ചില്ലെങ്കിൽ ഇളകി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യാം. നന്നായിട്ടൊന്ന് ആവി കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക്, ഇപ്പോൾ ഇതിൽ കാണാം ഞാൻ സ്റ്റീം ചെയ്യുമ്പോൾ അതൊന്ന് താഴെ പോകുന്നത്, ആ ഫ്യൂസിങ് ടേപ്പ് താഴോട്ട് ഇങ്ങനെ പതിഞ്ഞ് പോകുന്ന രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് ഏതാണ്, എനിക്കിപ്പോൾ ജോർജറ്റാണ്, ഡൈ ചെയ്തിട്ട് ജോർജറ്റ് ആട്ടോ ഞാൻ വർക്കിന് വേണ്ടി ഡൈ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ജോർജറ്റ് നമ്മൾ ഇതിൻ്റെ പുറത്ത് വെച്ചു. എന്നിട്ട് ചുളിവുകളില്ലാതെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം അയൺ ചെയ്യണം. മൊത്തത്തിലിട്ട് പിടിക്കുമ്പോഴത്തേക്കും അവിടെ ചുളിവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സൈഡിൽ നിന്ന് നീറ്റായിട്ട് അയൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ചുളിവില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, പിടിച്ചാൽ പോലും താഴെ വരുന്നില്ല. നോർമലി നമ്മളിങ്ങനെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സ്റ്റിച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് പതിവ്. അപ്പം അത് ടൈമും എടുക്കും. അതുപോലെ തന്നെ വൃത്തിയായിട്ട് വരണമെന്നില്ല, പൊള്ളി നിൽക്കുന്നുണ്ടാവും. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് ഈ ഫ്യൂസിങ് ടേപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ അയൺ ചെയ്ത് നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്കത് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റിച്ചിങ്ങിൻ്റെ പാടുകളോ സ്റ്റിച്ച് പിന്നെ പൊളിച്ച് കളയണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നീറ്റ് പെർഫെക്റ്റായിട്ട് പറ്റും. സൈഡിൽ എക്സസൈഡ് നിൽക്കുന്ന ഫാബ്രിക് എല്ലാം കട്ട് ചെയ്ത് കളയുക ചെയ്യുന്ന. ഫുള്ള് നമ്മളിതാ കട്ട് ചെയ്യുന്നുണ്ടേ. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നോക്കിയേ എന്ത് നീറ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. സ്റ്റിച്ചും ചെയ്യേണ്ട, മൊട്ടുപിന്ന് വെച്ചിട്ട് നമ്മളത് ഫിക്സ് ചെയ്ത് ചെയ്യുകയും വേണ്ട. ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണിത്. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക.